കുടുംബ കാഴ്ചകളിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം. നമുക്ക് ഇന്നത്തെ കുടുംബ കാഴ്ച ശ്രദ്ധിക്കാം. കയറി വാമച്ചേ. ഇരിക്കൂ. എന്നതാ അമ്മച്ചേ പ്രശ്നം? നീ അമ്മച്ചിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കും. ശരി അച്ഛാ, എനിക്ക് ഭർത്താവും 2 ആൺമക്കളുമാ. മൂത്തവൻ 10ാം ക്ലാസ്സിലും ഇളയവൻ 8ലും. ഭർത്താവിന് ഓട്ടോടിക്കലാ പണി. എനിക്കറിയാം അമ്മച്ചി. ഇടവക്കാരെ അച്ഛൻ അറിയാതിരിക്കോ? ഇപ്പൊ എന്നതാ പ്രശ്നം? എൻ്റെ ഭർത്താവിന് കള്ളുകൂടിയും പുകവലിയും ഒന്നുമില്ല. അപ്പൊ പ്രശ്നം പകുതി മുക്കാലും കഴിഞ്ഞില്ലേ? ഇല്ല, അങ്ങേർക്ക് നമ്മുടെ നാട്ടിലെ തന്നെ ഒരു ചീത്ത സ്ത്രീയുമായി ബന്ധമുണ്ടച്ചാ. ഭർത്താവില്ലാത്ത അവളോടൊപ്പമാ താമസം. വീട്ടിലേക്ക് വരവും തീരെ കുറവാ. ഓ, പ്രശ്നമാണല്ലോ. കുടുംബം കുട്ടിച്ചോറാക്കാൻ വേറെ വല്ലതും വേണോ? മക്കളെങ്ങനെയാ? അപ്പൻ ഇങ്ങനെ ആയതോടെ മൂത്തവൻ സ്കൂളിലേക്കെന്നും പറഞ്ഞു പോകും. സിനിമാ കൊട്ടകയെ നാടും ചുറ്റി നടക്കലാന്ന് അറിഞ്ഞത്. ഇളയവനാണെങ്കിൽ സ്കൂളിൽ കുട്ടികളുമായി വഴക്കിടാനേ നേരമുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരുത്തൻ്റെ തല തല്ലി പൊട്ടിച്ചു. മൂത്തവനും കൂട്ടുകാരും ഇടപെട്ട് വലിയ പ്രശ്നമായി. നിങ്ങൾ ഭർത്താവിനോട് പറഞ്ഞില്ലേ? ഓ, അങ്ങേരാണെങ്കിൽ അതിലും വലിയ പിഴയാണല്ലോ. കുടുംബത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് കുടുംബനാഥനാ. അച്ഛനൊന്ന് സംസാരിക്കണം. അമ്മച്ചി ഇപ്പൊ പോയിക്കോ. ഞാനൊന്ന് കാര്യമായി അന്വേഷിക്കട്ടെ. ഓ, നീയായിരുന്നോ? അച്ഛനെ കൊണ്ട് ഉപദേശിച്ച് നേരെയാക്കാൻ വന്നതായിരിക്കും. എന്നതാടാ നോക്കി പേടിപ്പിക്കുന്നേ? നീയൊക്കെ ബസ് സ്റ്റാൻഡിൽ കിടന്ന് തല്ലുണ്ടാക്കിയതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നീയൊക്കെ എൻ്റെ പേര് കളയും. വല്ലവൻ്റെ അടിയും കൊണ്ട് നടക്കുന്നു. ഓ, അല്ലെങ്കിൽ അപ്പന് വലിയ പേരാണല്ലോ. അച്ഛൻ മക്കളെ മാത്രം വിളിക്കുന്നു. എന്താടാ തല താഴ്ത്തി നിൽക്കുന്നത്? നല്ലത് ചെയ്താൽ ഈ തല ഉയർത്തി തന്നെ നിൽക്കാൻ സാധിക്കും ജീവിതകാലം മുഴുവൻ. അപ്പം കണ്ട പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നോണ്ടാ. നീയൊക്കെ എന്തിനാടാ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? നീയൊക്കെ വഴിതെറ്റിയ നല്ല അപ്പനാണെങ്കിൽ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് നിന്നെയൊക്കെ നല്ല വഴിക്ക് നടത്തും. അതുപോലെ നിങ്ങളുടെ അപ്പം വഴിതെറ്റിയാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. മക്കളെ, പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അപ്പനെ വിളിച്ചേ. അപ്പാ, അപ്പനെ അച്ഛൻ വിളിക്കുന്നു. ഞാനെങ്ങില്ല. വാ അപ്പാ. വിടറാ. ഇരിക്കടാ അവിടെ. ഒരു ആൺകുഞ്ഞ് ജനിക്കാൻ തലതല്ലി കരയുന്ന ഒരുപാട് ദമ്പതിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം സഹായിച്ച് നിനക്ക് 2 ആൺകുഞ്ഞുങ്ങളാ. അവർ വളർന്നു, അവരെല്ലാം മനസ്സിലാക്കി തുടങ്ങി. രണ്ടുപേരെ കൈയിടറാ. നിന്നെ കണ്ട് 2ഉം തോന്നിയാസികളായിരിക്കുന്നു. ശിക്ഷിക്കട 2നെ. അടിക്കാൻ.
ഇരിക്കടാ അവിടെ. സേവ്യറെ, അപ്പനാണ് കുടുംബത്തിന്റെ ആണിക്കല്ല്. അത് തകർന്നാ പിന്നെ എല്ലാം തകരും. ഈ മക്കളുടെയും ഭാര്യയുടെയും സ്നേഹം നിനക്ക് എങ്ങനെ തള്ളിക്കളയാൻ സാധിക്കും? ഇനി നീ ആ പഴയ വഴിയെ നടക്കരുത്. നാളെ രാവിലെ വന്ന് കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളണം. മനസ്സിലായോ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഇല്ല അച്ചു, ഞാൻ ഇനി ഒരു പ്രശ്നത്തിനുമില്ല. എനിക്ക് എന്റെ കുടുംബം മതി. കേറ്. പോകാം. ദൈവം രൂപപ്പെടുത്തിയ ഇഹലോകത്തിലെ കുടുംബം, ദൈവം സ്ഥാപിച്ച മറ്റൊരു വലിയ കുടുംബത്തോട് ബന്ധപ്പെട്ട് നിൽക്കേണ്ടതാണ്. ആ കുടുംബം ഏതാണ് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉയരുന്നുണ്ടാവും. ദൈവം സ്ഥാപിച്ച ഇഹലോകത്തിലെ കുടുംബം, ചേർന്ന് നിൽക്കേണ്ട ആ കുടുംബം ഇടവകയാകുന്ന കുടുംബമാണ്. ഇടവകയെ ഒരു കുടുംബത്തോട് പൗരസ്ത്യ സഭാപിതാക്കന്മാർ ഉപമിക്കുന്നുണ്ട്. കുടുംബമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ബന്ധങ്ങളുടെ അനുഭവവേദിയാണ്. കുടുംബത്തിൽ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധമുണ്ട്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമുണ്ട്, മക്കൾ പരസ്പരമുള്ള ബന്ധമുണ്ട്. ഈ ബന്ധങ്ങൾ ഇടവകയാകുന്ന കുടുംബത്തിലും വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൈവം രൂപപ്പെടുത്തിയ അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ വളരാൻ ഇടയാകണമെന്നുണ്ടെങ്കിൽ ദൈവം സ്ഥാപിച്ച ഇടവകയാകുന്ന കുടുംബത്തോട് ബന്ധപ്പെട്ട് നിൽക്കണം. ഇടവകയാകുന്ന കുടുംബത്തിൽ ഇഹലോകത്തിലെ കുടുംബത്തെ പോലെ തന്നെ അപ്പനുമുണ്ട്, അമ്മയുമുണ്ട്, മക്കളാകുന്ന സഹോദരങ്ങളുമുണ്ട്. ഇടവകയാകുന്ന കുടുംബത്തിലെ അപ്പൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്. ഇടവകയാകുന്ന കുടുംബത്തിലെ അപ്പൻ അച്ഛന്. മറ്റൊരു മതവിഭാഗത്തിലെയും ആധ്യാത്മിക ആചാര്യനെ അച്ഛനെന്ന് വിളിക്കുന്നില്ല. ക്രൈസ്തവ സഭയിൽ മാത്രമാണ്, അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ മാത്രമാണ് ആധ്യാത്മിക പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിയെ അച്ഛനെന്ന് വിളിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ അച്ഛൻ വിളി എവിടെ നിന്ന് വരുന്നതാണ്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഇടയിൽ കുടുംബങ്ങളിൽ കുടുംബനാഥനെ അച്ഛനെന്ന് വിളിക്കുന്നത് ഹൈന്ദവ കുടുംബങ്ങളിലാണ്. ആ കുടുംബങ്ങളിൽ നിന്ന് കടമെടുത്തതാണ് ഇതെന്ന് ഞാൻ കരുതുകയാണ്. ഇടവകയാകുന്ന കുടുംബത്തിൻ്റെ അപ്പൻ അച്ഛനാണ്. അതുകൊണ്ട് ഞാൻ പറയും, ദൈവം രൂപപ്പെടുത്തിയ ഇഹലോകത്തിലെ കുടുംബം മുഴുവൻ, കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവൻ ചേർന്ന് നിൽക്കേണ്ടത്, ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് ഇടവകയാകുന്ന കുടുംബത്തിലെ നാഥനായ ആ അച്ഛനോടാണ്. ഇന്ന് പലപ്പോഴും ഇടവകയാകുന്ന കുടുംബത്തിലെ അപ്പനായ അച്ഛനിൽ നിന്ന് അകന്നു മാറി നിൽക്കാനായിട്ടാണ് ആളുകൾ താല്പര്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു പരമ്പരാഗത രീതിയല്ല.
നമ്മുടെ കുടുംബങ്ങളുടെ പണ്ട് തൊട്ടുള്ള ചരിത്രം നാം പരിശോധിച്ചാൽ കുടുംബങ്ങൾ മുമ്പോട്ട് വളർന്നപ്പോൾ, മുമ്പോട്ട് പോയപ്പോൾ ഈ കുടുംബം മുഴുവൻ ആധ്യാത്മിക പിതാവായ അച്ഛനോട് ബന്ധപ്പെട്ടിരുന്നു. അവരുടെ വളർച്ചയുടെ വഴിയിൽ, ആ കുടുംബത്തിലെ മക്കളുടെ വളർച്ചയുടെ വഴിയിൽ ഈ അച്ഛൻ്റെ മുഖ്യമായൊരു സ്വാധീനമുണ്ടായിരുന്നു. ഈ ഒരു പഴയ പാരമ്പര്യത്തിലേക്ക് നാം വരേണ്ട കാലമാണ് ഇതെന്ന് ഞാൻ കരുതുകയാണ്. കാരണം പണ്ടത്തേക്കാളേറെ ഇന്ന് കുടുംബങ്ങളെ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്ന ഒത്തിരിയേറെ ഛിദ്രശക്തികളുണ്ട്. ഇടവകയാകുന്ന കുടുംബത്തിലെ നാഥനായ അച്ഛനോട് ദൈവം സ്ഥാപിച്ച കുടുംബത്തിലെ കുടുംബാംഗങ്ങളൊക്കെ ബന്ധപ്പെട്ട് നിൽക്കണമെന്ന് വളരെ നിർബന്ധത്തോടെ ഞാൻ പറയും. കാരണം ആ ഇടവകയാകുന്ന കുടുംബത്തിലെ നാഥനായ അച്ഛനെ ദൈവം ആ കുടുംബങ്ങൾക്ക് വേണ്ടി നൽകിയതാണ്. നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ പ്രവാചകന്മാർ. അത്തരത്തിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ മോശയെ കാണുന്നുണ്ട്. ഈ മോശ ജനങ്ങളെ നയിക്കുമ്പോൾ ഈ ജനം വിജയിച്ച് മുന്നേറുകയാണ്. പ്രത്യേകിച്ച് ഞാനൊരു സന്ദർഭം ഓർക്കുന്നത് അമലേക്കരുമായിട്ടുള്ള യുദ്ധമാണ്. ഈ അമലേക്കരുമായിട്ട് ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യുമ്പോൾ അവർ വിജയിച്ച് മുന്നേറുന്ന അവസരമെന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മധ്യസ്ഥനായി നിയോഗിക്കപ്പെട്ട മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. സന്ദർഭം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ യുദ്ധത്തിൻ്റെ അവസരത്തിൽ മോശ കരം വിരിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇസ്രായേൽ ജനം വിജയിക്കുന്നു. മോശയുടെ കൈ താഴുമ്പോൾ ഈ ജനം പരാജയപ്പെടുന്നു. മോശയുടെ കൈ താഴുമ്പോൾ അഹറോനും ഹൂറും കൂടെ എന്നാ ചെയ്യുന്നത്? മോശയുടെ കരം ഉയർത്തിപ്പിടിക്കും. ഞാൻ ഈ വചനഭാഗം വായിച്ചിട്ടുള്ളപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, എന്നാൽ ഈ അഹറോനും ഹൂറിനും കൂടെ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ, എന്നതിനാണ് മോശ പ്രാർത്ഥിക്കുന്നത്? ഈ പുസ്തകം തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ദൈവം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു ജനത്തിനു വേണ്ടി ഒരു പുരോഹിതനെ, ഒരു പ്രവാചകനെ നൽകുമ്പോൾ ആ ആളിലൂടെ ദൈവസന്നിധിയിൽ അവരുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ ചെല്ലണമെന്ന്. ഇവിടെയാണ് ഒരു ഇടവകയിലെ അച്ഛൻ്റെ പ്രാധാന്യം. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തെ ദൈവജനത്തെ നയിക്കുന്നതിനായി ഒരു പുരോഹിതനെ, ഒരു അച്ഛനെ ദൈവം നിയോഗിക്കുമ്പോൾ ആ ജനത്തിനു വേണ്ടി ആ കാലഘട്ടത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ, മാധ്യസ്ഥ്യം യാചിക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ദൈവം സ്ഥാപിച്ച കുടുംബം മുഴുവൻ, കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവൻ ഈ അച്ഛനോട് ചേർന്നിരിക്കണം. കാരണം ഈ അച്ഛൻ്റെ പ്രാർത്ഥനയുടെ വിഷയമെന്ന് പറയുന്നത് ഈ കുടുംബമാണ്. ഈ കുടുംബത്തിലെ മാതാപിതാക്കളുടെ ജീവിതമാണ് അച്ഛൻ്റെ പ്രാർത്ഥനയുടെ വിഷയം. ഈ കുടുംബത്തിലെ മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളാണ് ഈ അച്ഛൻ്റെ പ്രാർത്ഥനാ വിഷയം. അദ്ദേഹം ഓരോ ദിവസവും വിശുദ്ധ കുർബാനയുടെ മധ്യേ ഈ കാസയും പീലാസയും, ഈ അപ്പവും മീഞ്ഞും ഉയർത്തുമ്പോൾ ഈ ഇടവകയാകുന്ന കുടുംബത്തിലെ മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയരണം. ഞാൻ പറയും, ബലിയുടെ അവസരത്തിൽ മാത്രമല്ല, അച്ഛൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലും ഈ ഇടവകയാകുന്ന കുടുംബത്തിലെ മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഇദ്ദേഹം വഴി ഉയരാൻ ഇടയായിത്തീരണം. അങ്ങനെ ബലിമധ്യേ
വ്യക്തിപരമായ പ്രാർത്ഥനയുടെ മധ്യേ ഒക്കെ ഈ മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഉയരുമ്പോൾ അവിടെ ദൈവം കൃപ കൊടുക്കുക തന്നെ ചെയ്യും. അത് ഞാൻ മുമ്പ് വായിച്ച പുറപ്പാട് പുസ്തകത്തിലെ മോശയുടെ ഇടപെടൽ വഴി കാര്യങ്ങൾ നടക്കുന്നത് പോലെ വ്യക്തമാണ്. നമുക്കറിയാം, മോശ ഇടയ്ക്ക് ഈ ജനത്തെ സംബന്ധിച്ച് പരാതി പറയുന്നുണ്ട്. തന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം തനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന വിധത്തിൽ ഇത് യാഹ്വയായ കർത്താവെ നീ തിരിച്ചേറ്റോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. പക്ഷെ നോക്കിക്കേ, ഈ മോശയെ കൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിപ്പിക്കുക. മോശയുടെ കയ്യിലുള്ള വടി കൊണ്ട് പാറമേൽ അടിക്കുമ്പോൾ ഈ ജനത്തിന് ജലം ലഭിക്കുക, മന്നായും കാടപ്പക്ഷിയും ലഭിക്കുക. നോക്കിക്കേ, ഈ പ്രവാചകൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുക. ഇന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക ജനത്തിന് വേണ്ടി ദൈവം ഒരു പുരോഹിതനെ കൊടുക്കുമ്പോൾ ഓരോ കുടുംബവും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ ജനത്തെ പോലെ മുന്നേറണമെന്നുണ്ടെങ്കിൽ പുരോഹിതനോട്, വൈദികനോട് ചേർന്ന് നിൽക്കാൻ ഇടയായിത്തീരണം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മക്കളൊക്കെ പുറത്ത് പഠിക്കാൻ, ജോലി ചെയ്യാനൊക്കെ പോകുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഞാൻ സേവനം ചെയ്തിട്ടുള്ള ഇടവകളിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. മക്കളെ പഠിക്കാനും ജോലിക്കുമൊക്കെ പോകുമ്പോൾ അവർ എന്നോട് പറഞ്ഞിട്ട് വേണം പോകാൻ. അവധിക്ക് വരുമ്പോൾ എന്നെ കാണണം. കാരണം ഈ മാതാപിതാക്കൾ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് ഈ മക്കളുടെ ജീവിതത്തിൽ. ഈ അച്ഛന് ആ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റണം. അവയൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങളാക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ സാധിക്കണം. ചിലപ്പോഴൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അച്ഛന്മാരെ ഇക്കാര്യങ്ങൾ അറിയിക്കാതെ പോകുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടുന്ന ദൈവകൃപകൾ, നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടുന്ന ദൈവകൃപകൾ നഷ്ടമായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരു ജനത്തിന് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഇടവകയിലെ അച്ഛന്മാരോട്, വൈദികരോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണം. വൈദികർ വഴി, പ്രത്യേകിച്ച് ഇടവകയിൽ നിയോഗിക്കപ്പെട്ട അച്ഛന്മാർ വഴി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത് തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരുണ്ട്. ഈ MLA വഴി നമ്മുടെ ഒരു കാര്യം അധികാര സ്ഥാനത്ത് അറിയിക്കുമ്പോഴാണോ അതോ നാം നേരിട്ട് അറിയിക്കുമ്പോഴാണോ കാര്യം നടക്കുന്നത്? നമുക്കറിയാം, MLA വഴി കാര്യം അവതരിപ്പിക്കുമ്പോഴാണ് നമ്മുടെ പ്രതീക്ഷ പൂവണിയുന്നത്. MLA ആരാ? നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത നമ്മുടെ പ്രതിനിധിയാണ്. പക്ഷേ അച്ഛനോ? ദൈവം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പാണ്, നാം വിശ്വാസത്തോടുകൂടെ ഈ അച്ഛൻ വഴി, പുരോഹിതൻ വഴി ദൈവസന്നിധിയിൽ പ്രാർത്ഥന നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് ദൈവം ചെവിക്കൊള്ളുക തന്നെ ചെയ്യും. പക്ഷേ ഇതിനൊന്നും പരിഹാരമായി ഒറ്റമൂലിയില്ല. നിരന്തരമായി ദൈവസന്നിധിയിൽ ഈ ജനത്തിനു വേണ്ടി പുരോഹിതന് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്. ഇതിനൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ ദൈവം സ്ഥാപിച്ച ഇഹലോകത്തിലെ കുടുംബം നിരന്തരമായി ഇടവകയാകുന്ന കുടുംബത്തിലെ നാഥനായ അച്ഛനോട് ചേർന്നിരിക്കണം. കുടുംബനാഥനും കുടുംബനാഥയും മക്കളും ചേർന്നിരിക്കണം. ആ വീട്ടിൽ സന്തോഷത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ നേട്ടത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ഒക്കെ അനുഭവം ഉണ്ടാകുമ്പോൾ അത് പുരോഹിതനെ അറിയിക്കണം. കാരണം ഈ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നന്ദി പറയാൻ, കൃതജ്ഞത അർപ്പിക്കാൻ കടപ്പെട്ടവനാണ് പുരോഹിതൻ. ഈ ദൈവജനത്തിനു വേണ്ടി യാചനകളും പ്രാർത്ഥനകളും സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് പുരോഹിതൻ. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളുടെ ആ പഴയ പാരമ്പര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ. നിങ്ങൾക്കറിയാം, ഇത് കാരുണ്യവർഷമാണ്. മാർപ്പാപ്പ പ്രഖ്യാപിച്ച കാരുണ്യവർഷം.
ഈ വർഷത്തിൽ നമ്മുടെ സഭയുടെ നല്ല പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു പോകാനാവണം. കാരണം ഒരു പുരോഹിതൻ കർത്താവിൻ്റെ കരുണയെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവനാണ്, കർത്താവിൻ്റെ കൃപകളെ കൂട്ടിക്കൊണ്ടുവരുന്നവനാണ്. അതുകൊണ്ട് പുരോഹിതനോട് ചേർന്ന് കുടുംബത്തെ മുമ്പോട്ട് നയിക്കുന്ന രീതി ക്രിസ്തീയമാണ്, അത് നമ്മുടെ പാരമ്പര്യമാണ്. ഇത്തരത്തിൽ ഇടവകയാകുന്ന കുടുംബത്തിൻ്റെ നാഥനായ ഒരു പ്രത്യേക സ്ഥലത്തെ സഭയാകുന്ന ഇടവകയുടെ നാഥനായ അച്ഛനോട്, പുരോഹിതനോട് ചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ മാതൃകാ കുടുംബങ്ങൾ നമുക്കുണ്ട്. അത്തരത്തിലുള്ള ഒന്നല്ല അനേകം കുടുംബങ്ങളെ പരിചയപ്പെടുത്തേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ഈ വിധത്തിൽ മാതൃക നൽകുന്ന ഒരു കുടുംബത്തെ നാം പരിചയപ്പെടുകയാണ്. ആ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം. എൻ്റെ പേര് ജോസ്. എൻ്റെ സ്ഥലം നീണ്ടൂരാണ്. വീട്ടുപേര് തീയത്തേട്ട്. നീണ്ടൂർ സെൻറ്റ് മൈക്കിൾ ഇടവ അംഗമാണ്. എൻ്റെ മാതാപിതാക്കൾ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, പ്രായമായി. പിന്നെ ഞങ്ങൾ 8 മക്കളാണ്. 8 മക്കളിൽ 3 ആണുങ്ങളും 5 സഹോദരിമാരും. 5 പേരുടെയും വിവാഹം മാതാപിതാക്കളുടെ അനുവാദത്തോടെ, അവരുടെ അംഗീകാരത്തോടെ ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയ വിവാഹമാണ്. ഒരു വിവാഹത്തിനും ഒരു ദൈവാനുഗ്രഹത്ത ഒരു ബന്ധത്തിനും ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ വിവാഹം, എൻ്റെ ഭാര്യ ലിസിയാണ് ഈ ഇരിക്കുന്നത്. ലിസിയുടെ വീട് കല്ലറയാണ്. കല്ലറ ലക്ഷണത്ത് പറമ്പ് പഴയ പള്ളി സെൻറ്റ് തോമസ് ഇടവകയാണ്. ഞങ്ങൾ അവരുടെ വീട്ടിൽ 6 പേരാണ്. അതിൽ 3-ാമത്തെയാണ് ലിസി. ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് മാതാപിതാക്കന്മാർ കൂടി ആലോചിച്ച് പോയി പെണ്ണ് കാണൽ ചടങ്ങുകൾ നടത്തി. അത് കഴിഞ്ഞപ്പോൾ അവർ ഒരുമിച്ച് തീരുമാനിച്ച് ആലോചിച്ച് അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവർ പ്രാർത്ഥനയുള്ള കുടുംബമാണോ, പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും കുടുംബമാണോ, അങ്ങനെ ആലോചിച്ച് വിവാഹം നടത്തിയിട്ട് ഞങ്ങൾക്ക് മാതാപിതാക്കൾ ആലോചിച്ച് നടത്തിയ വിവാഹത്തിന് ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഉണ്ടായിട്ടില്ല. സന്തോഷകരമായിട്ട് ജീവിതം പ്രാർത്ഥനാനുഭവത്തിലൂടെ നന്നായിട്ട് പോകുന്നു. എൻ്റെ ജീവിത പങ്കാളി എന്നെ വന്ന് കണ്ട്, അപ്പം ഞങ്ങളുടെ കുടുംബക്കാർ തമ്മിൽ ആലോചിച്ച്, അപ്പം നല്ല ഒരു കുടുംബ ബന്ധമാണെന്ന് പരസ്പരം അവർ അറിഞ്ഞ്, അപ്പം അങ്ങനെ കല്യാണം ഉറപ്പിച്ച്, കാരണവന്മാർ തമ്മിൽ ആലോചിച്ച് അത് ഉറപ്പിച്ചു. കല്യാണം നടന്ന് നല്ല സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ തുടങ്ങിയതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്നെ വിവാഹം കഴിച്ച് വന്ന വീട്ടിൽ നല്ല സന്തോഷമായിരുന്നു. നല്ല ഒരു ജീവിത പങ്കാളിയിലൂടെ, മാതാപിതാക്കളിലൂടെ എല്ലാം നല്ല സന്തോഷമായിരുന്നു. ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾക്ക് 2 പെൺമക്കളാണ്. അതിൽ ഇളയ മോള് SLC കഴിഞ്ഞപ്പോഴേ സിസ്റ്ററാകാനായിട്ട് മഠത്തിൽ പോയി. സിസ്റ്ററായി ഇപ്പം 7 വർഷമായി. 2-ാമത്തെ മോളുടെ വിവാഹം BSc നേഴ്സിംഗ് പഠനം കഴിഞ്ഞപ്പോഴത്തേക്കും മോളുടെ വിവാഹാലോചന നടക്കുന്ന സമയത്ത് മോള് പറഞ്ഞ് വെളിയിൽ പോയിട്ട് മതിയെന്ന് പറഞ്ഞ്. പക്ഷേ ഒരു ആലോചന വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആ ചെറുക്കനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ തിരക്കി മനസ്സിലാക്കി. ഞങ്ങൾ ആദ്യമേ ചെയ്തത് ഞങ്ങളുടെ മകളുടെ വരനായിട്ട് വരുന്ന മകൻ്റെ ഒരു ഫോട്ടോ ഞങ്ങൾ ലാപ്ടോപ്പിൽ നിന്ന് എടുത്ത്, അത് കാരീസ്മൻ ഇവിടെ അടുത്തുണ്ട്, അവിടെ ധ്യാനകേന്ദ്രത്തിൽ പോയി ഞങ്ങൾ ഒരു വെള്ളിയാഴ്ച രാത്രിയാണ് അറിയുന്നത്. അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച്, ഇത് ദൈവഗീതമാണോ എന്ന് അറിയാനായിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച്, ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചു, ഈശോയെ ഞങ്ങൾക്കും അവിടത്തേക്ക് ഇഷ്ടമാണെങ്കിൽ, ദൈവഹിതമാണെങ്കിൽ ഈ വിവാഹം നടത്തണം. അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ മറ്റ് കുടുംബത്തിലെ ചെറുക്കൻ്റെ കുടുംബകാര്യങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ അവിടെ ദൈവവിളികളുള്ളൊരു കുടുംബമാണ്, പ്രാർത്ഥനയുള്ളൊരു കുടുംബമാണ്, പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു കുടുംബമാണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി. ചുറ്റുപാടുകൾ കുഴപ്പമില്ലാത്ത നല്ലൊരു ജോലിയാണ്, സ്ഥലമുണ്ട്, ഞങ്ങളുടെ മോളെ നന്നായിട്ട് നോക്കുന്നൊരു കുടുംബമാണെന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് വന്ന്.
എൻ്റെ മാതാപിതാക്കളുടെ കുടുംബജീവിതം കണ്ടാണ്, അതാണ് ഞങ്ങളുടെ മാതൃക. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 31 വർഷമായി. മാതാപിതാക്കളുടെ അനുഗ്രഹത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആ കൃപ ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. എൻ്റെ പേര് ലിജോ എന്നാണ്. അച്ചച്ചൻ്റെ അമ്മയുടെ മൂത്ത മോളാണ് ഞാൻ. എൻ്റെ അനിയത്തി സിസ്റ്ററാണ്. പാലായിലെ FSH കോൺവെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് കുറുമുള്ളൂരാണ്. ഹസ്ബൻഡിൻ്റെ പേര് സോണി എന്നാണ്. ഞങ്ങൾക്കൊരു 1.5 വയസ്സായ മോളുണ്ട്. അച്ചച്ചനും അമ്മച്ചിയും കണ്ടുപിടിച്ച ആളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതിന് കാരണം അവരുടെ ജീവിതമാർഗം തന്നെയാണ്. അവരുടെ ജീവിതം പ്രാർത്ഥനാപരമായൊരു ജീവിതമായിരുന്നു. പിന്നെ നല്ല സ്നേഹമുള്ള ജീവിതമായിരുന്നു. അപ്പോൾ അവരൊരിക്കലും എനിക്ക് ഒരു നല്ല ആളെ തന്നെ അവരെനിക്ക് കണ്ടുപിടിച്ച് തരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അതുതന്നെയാണ് കല്യാണം കഴിക്കാൻ അത്ര പ്രായം കഴിഞ്ഞില്ലായിരുന്നു. എന്നിട്ടും ഞാൻ ഓക്കെ പറഞ്ഞത് നല്ല ആളെ തന്നെ അവരെനിക്ക് കണ്ടുപിടിച്ച് തരും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു എനിക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് രൂപപ്പെടുത്തിയ കുടുംബങ്ങളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ഇഹലോകത്തിലെ കുടുംബങ്ങൾ അവിടുത്തെ ഹിതപ്രകാരം നിലകൊള്ളുന്നതിനും വളരുന്നതിനും വേണ്ടി അവിടുന്ന് സ്ഥാപിച്ച ഇടവകയാകുന്ന കുടുംബത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ആ ഇടവകയാകുന്ന കുടുംബത്തിലെ കുടുംബനാഥനായ പുരോഹിതനോട്, അച്ഛനോടുള്ള ബന്ധം ദൈവഹിതത്തിലേക്ക് നിരന്തരം ഇഹലോകത്തിലെ കുടുംബങ്ങളെ വളർത്തുമെന്നുള്ള ആ വലിയ ബോധ്യം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. പരമ്പരാഗതമായ ആ രീതിയിലേക്ക് വൈദികനോട് ചേർന്ന് കുടുംബത്തെ വളർത്തുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും വരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഈ കാരുണ്യവർഷത്തിൽ അതിനുള്ള വലിയൊരു കൃപ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ, തവ ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ, തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.